കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ മലപ്പുറം ജില്ല നേരിടുന്ന +1 സീറ്റ് പ്രതിസന്ധി ഇത്തവണയും ആവർത്തിക്കുമെന്നുറപ്പാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLC പരീക്ഷ വിജയിച്ച മലപ്പുറത്ത് ഇക്കുറിയും സീറ്റ് ലഭിക്കാതെ പുറത്തു പോകേണ്ടി വരിക 17,000-ഓളം പേർക്കാണ്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ പുതിയ സർക്കാർ പുതിയ ഫോർമുല തയ്യാറാക്കുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പേർ SSLC പരീക്ഷ എഴുതിയതും വിജയിച്ചതും മലപ്പുറം ജില്ലയിലാണ്. 79,083 പേർ ഉപരിപഠനത്തിന് അർഹരായപ്പോൾ ജില്ലയിലെ തുടർ പഠനത്തിനുള്ള സീറ്റുകളുടെ എണ്ണം 63,120 മാത്രം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, പോളിടെക്നിക്, ITI എന്നിവിടങ്ങളിലെ സീറ്റുകൾ ഉൾപ്പെടെയുള്ള കണക്കാണിത്. അതായത് 16,963 പേർക്ക് ഉപരിപഠനത്തിന് ജില്ലയിൽ ഇക്കൊല്ലവും സീറ്റില്ല. 11,275 +1 സീറ്റുകൾ അൺഎയ്ഡഡ് മേഖലയിലുണ്ടെങ്കിലും പണച്ചെലവില്ലാതെ പഠനം നടത്താനും ആകില്ല. സീറ്റ് പ്രതിസന്ധിക്ക് ആകെയുള്ള പരിഹാരം ഹയർ സെക്കൻഡറി ബാച്ചുകൾ ഇല്ലാത്ത സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്നതും സർക്കാർ വിദ്യാലയങ്ങളിൽ സ്ഥിരമായ അധിക ബാച്ചുകൾ നൽകുക എന്നതും മാത്രമാണ്. മുൻവർഷങ്ങളിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ താൽക്കാലിക ബാച്ചുകൾ നൽകിയതും സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 20% സീറ്റുകൾ വർദ്ധിപ്പിച്ചുമാണ് താൽക്കാലിക പരിഹാരം കണ്ടത്. താത്കാലിക പരിഹാരം മാത്രം കാണുന്നത് വിദ്യാഭ്യാസാവകാശത്തിന്റെ ലംഘനമാകും എന്ന് വിമർശനം ഉന്നയിച്ചിരുന്നത് ഇന്ന് ഭരണപക്ഷത്തുള്ള മുൻ പ്രതിപക്ഷ നിരയാണ്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാരിൽ വലിയ പ്രതീക്ഷയുണ്ട് കുട്ടികളെയും രക്ഷിതാക്കളെയും പോലെ തന്നെ വിവിധ സംഘടനകൾക്കും. +1 സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 855 ബാച്ചുകളാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇതിൽ 42,750 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് +1 പഠിക്കാൻ സീറ്റുള്ളത് എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ SSLC പരീക്ഷ എഴുതി വിജയിച്ച 78,887 വിദ്യാർത്ഥികളിൽ നിന്ന് ഈ 47,000 സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ 31,328 വിദ്യാർത്ഥികൾ വീണ്ടും പുറത്തു നിൽക്കേണ്ടുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ജനസംഖ്യാനുപാതികമായി സീറ്റ് പുനർവിന്യാസം നടത്താതെ പ്രശ്നം പരിഹരിക്കില്ലെന്ന് മുൻവർഷങ്ങളിൽ തന്നെ വ്യക്തമായതാണ്. വിജയിച്ചിറങ്ങുന്ന ഓരോ കുട്ടിക്കും തുടർ പഠനം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. മലപ്പുറത്തിന്റെ കാത്തിരിപ്പിന് പുതിയ സർക്കാർ പരിഹാരം കാണും എന്നു തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.